പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഇന്ന് 30 ദിവസത്തെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണിയുടെ 26ാമത്തെ ദിവസം ആണ് ട്ടോ. ഇന്ന് നമ്മള് നന്ദിപൂർവ്വം ഓർക്കുന്നത് ദ പ്രസന്റ് മൊമെന്റ്. ഈ ഒരു നിമിഷത്തെ ബി ഹിയർ. ഇന്ന് ഫുള്ളായിട്ട് എല്ലാവരും എൻ്റെ ഒപ്പം ഉണ്ടാവണം. ബി പ്രസന്റ്, ബി ഗ്രേറ്റ്ഫുൾ. ഇന്ന് എന്ന് പറയുന്നത് നമുക്കൊരു അനുഗ്രഹമാണ്. ടുഡേ ഈസ് എ ബ്ലെസ്സിങ്. ഗ്രേറ്റ്ഫുൾ ഹാർട്ട്, ഹാപ്പി ലൈഫ്. ദ ബെസ്റ്റ് ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു നിമിഷം തന്നെയാണ്. നമ്മളെപ്പോഴും ആ ആയിരിക്കുന്ന നിമിഷം ഏതാണോ അത് ആലോചിക്കാനും അത് ആസ്വദിക്കാനും മറന്നുപോകും. നമ്മളെപ്പോഴും പാസ്റ്റിലോ അല്ലെങ്കിൽ ഫ്യൂച്ചറിലോ അല്ലേ ജീവിക്കുന്നത്. പാസ്റ്റിൽ എന്ത് സംഭവിച്ചു, പാസ്റ്റിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായല്ലോ, അല്ലെങ്കിൽ ഫ്യൂച്ചർ ഇനി എന്താകും, ഇങ്ങനെയൊക്കെയല്ല ചിന്ത. പക്ഷെ അതെല്ലാം വിട്ടേക്കൂ, ഈ ഒരു നിമിഷത്തിൽ തന്നെ ജീവിക്കും. ഈ ഒരു നിമിഷം എന്ന് പറയുന്നത് ഇപ്പോൾ മാത്രമേ ഉള്ളൂ. നിങ്ങളിപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നില്ലേ, ഈ നിമിഷം ഇപ്പോൾ മാത്രമേ ഉള്ളൂ. ഇത് നാളെയും വരില്ല, അല്ലെങ്കിൽ തലേ ദിവസം കഴിഞ്ഞു പോയതും അല്ല. സോ വാട്ട് ഈസ് ടുഡേയ്സ് അഫർമേഷൻ? ഇന്ന് നമ്മൾ പറയുന്ന അഫർമേഷൻ ഇങ്ങനെയാണ്: ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ ദിസ് പ്രസൻറ്റ് മൊമെൻറ്റ്. ഐ ചൂസ് ടു ലിവ് വിത്ത് അവെയർനെസ്, പീസ് ആൻഡ് താങ്ക്ഫുൾ ഹാർട്ട്. നമ്മളെപ്പോഴും ആയിരിക്കുന്ന ആ ഒരു സന്ദർഭത്തെ അവെയർ ആയിക്കൊണ്ടിരുന്നുണ്ടെങ്കിൽ, അതുപോലെ താങ്ക്ഫുൾ ഹാർട്ടിൽ ജീവിക്കുകയാണെങ്കിൽ, നന്ദി പ്രകാശിപ്പിക്കുന്ന ഒരു ഹൃദയവും മനസ്സും നമുക്കുണ്ടെങ്കിൽ, നമ്മുടെ ഈ പ്രസൻറ്റ് മൊമെൻറ്റിന് ഗ്രേറ്റ്ഫുൾ ആണെങ്കിൽ, ഇനിയും ഇതുപോലെ നല്ല ഹാപ്പി മൊമെൻറ്റ്സ് നമ്മൾ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യും. അത് ഷുവറാണ്. സോ വാട്ട് ഈസ് ബ്യൂട്ടിഫുൾ മൊമെൻറ്റ് യു എക്സ്പീരിയൻസ് ടുഡേ? ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെൻറ്റ് ഓർത്തെടുക്കാമോ നിങ്ങൾ ഇന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത്? Today I am grateful for the present moment. It is the only moment I truly have. It is filled with endless opportunities to joy, peace and gratitude. Endless ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ടു എക്സ്പീരിയൻസ് ജോയ്, പീസ് ആൻഡ് gratitude. I often find myself thinking about past or worrying about future, but today I choose to be fully present. I choose to notice the beauty around me, the warmth of sunshine. നമുക്ക് നല്ല സൺഷൈൻ കിട്ടുന്നുണ്ടല്ലേ? The gentle breeze, the laughter of loved ones, the comfort of quiet moment, and simple blessings that make life meaningful. ചില നിമിഷങ്ങളുണ്ട്, അത് വീണ്ടും സൃഷ്ടിക്കപ്പെടുന്നില്ല. അല്ലെങ്കിലും ഏത് നിമിഷമാണ് വീണ്ടും സൃഷ്ടിക്കപ്പെട്ടത് അല്ലേ? പ്രിയപ്പെട്ടവരോടൊന്നിച്ച് നമ്മൾ ചിരിച്ച നിമിഷങ്ങൾ, നമ്മൾ മറന്ന് ആസ്വദിച്ച ചില എക്സ്പീരിയൻസസ്. വി ഷുഡ് ബി താങ്ക്ഫുൾ ഫോർ ദ ചാൻസ് ടു സ്ലോ ഡൗൺ, ടേക്ക് എ ഡീപ് ബ്രെത്ത് ആൻഡ് അപ്രീഷിയേറ്റ് എവറിഥിങ് ദിസ് മൊമെൻറ്റ് ഹാസ് ടു ഓഫർ. എവറി സെക്കൻഡ് ഇസ് എ ഗിഫ്റ്റ് ദാറ്റ് വിൽ നെവർ കം അഗെയിൻ. ഓരോ നിമിഷവും വീണ്ടും വരില്ല, ആ നിമിഷം അപ്പം മാത്രമേ ഉള്ളൂ. സോ എൻജോയ് ദ മൊമെൻറ്റ്. And I want to live it with intention and thankfulness. The present moment reminds that happiness is not something I have to wait for. സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതല്ല. ഇറ്റ് ഫൗണ്ട് ഇൻ ലിറ്റിൽ തിങ്സ് I often overlook: a smile, a kind word, a peaceful morning, a delicious meal, or a moment of silence. Today I release regrets about yesterday, worries about tomorrow. Instead, I embrace today with open heart, knowing that this moment is where life fully, truly happens. ഈ ഒരു മൊമെൻ്റാണ് ലൈഫ് ഫുള്ളായിട്ട് ട്രൂ ആയിട്ട് ഉണ്ടാകുന്നത്. As I continue this gratitude journey, I choose to cherish each moment, celebrate life's simple joys, and live with mindfulness, peace, and appreciation. Every moment is a blessing. Today, I'm deeply grateful for the gift of now. ഇന്നത്തെ ഈ ഒരു നിമിഷത്തിന് വേണ്ടി ഞാൻ നന്ദിപൂർവ്വം ഓർക്കുകയാണ്. ഈ നിമിഷത്തിൽ ലഭിക്കുന്ന ഓരോ അനുഗ്രഹത്തിനും ഞാൻ നന്ദിയുള്ളവനാണ്. പ്രഭാത സൂര്യൻ്റെ മൃദുലമായ പ്രകാശത്തിനും പക്ഷികളുടെ മധുരഗാനത്തിനും ശുദ്ധവായുവിനും ഒരു കപ്പ് ചായയുടെ ആശ്വാസത്തിനും
കുടുംബത്തോടൊപ്പം ചെലവഴിക്കുന്ന നിമിഷങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷങ്ങൾ പലപ്പോഴും ചെറിയ നിമിഷങ്ങളിലാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഈ നിമിഷം എന്നെ പതുക്കെ നടക്കാനും ആഴത്തിൽ ശ്വസിക്കാനും ജീവിതത്തെ കൂടുതൽ മനസ്സിലാക്കാനും പഠിപ്പിക്കുന്നു. എനിക്കില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം ഇന്ന് ഞാൻ എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ വിലമതിക്കുന്നു. അപ്പോൾ എൻ്റെ ഹൃദയം സമാധാനത്താലും സന്തോഷത്താലും നന്ദിയാലും നിറയുന്നു. ഇന്ന് ഞാൻ ഇന്നലെയിലെ വിഷമങ്ങളെയും നാളെയെക്കുറിച്ചുള്ള ആശങ്കകളെയും വിട്ടുകളയുന്നു. ഈ നിമിഷത്തെ സന്തോഷത്തോടെയും പ്രത്യാശയോടെയും സ്വീകരിക്കുന്നു. കാരണം യഥാർത്ഥ ജീവിതവും സമാധാനവും സന്തോഷവും ഈ നിമിഷത്തിലാണ്. ഈ കൃതജ്ഞതാ യാത്ര തുടരുമ്പോൾ ഓരോ ദിവസവും വിലമതിക്കാനും ഓരോ നിമിഷവും മനസ്സറിഞ്ഞ് ആസ്വദിക്കാനും ഞാൻ തീരുമാനിക്കുന്നു. ജീവിതത്തിലെ ചെറിയ ചെറിയ സന്തോഷങ്ങളെ ആഘോഷിച്ചുകൊണ്ട് നന്ദിയുള്ള ഹൃദയത്തോടെ ഞാൻ മുന്നോട്ട് പോകുന്നു. ഈ നിമിഷം ഒരു അനുഗ്രഹമാണ്. ഈ നിമിഷം മതി. ഈ നിമിഷത്തിനായി ഞാൻ നന്ദിയുള്ളവനാണ്. ഇന്നത്തെ റിഫ്ലക്ഷൻ ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് വൺ ബ്യൂട്ടിഫുൾ മൊമെൻറ്റ് ഐ എക്സ്പീരിയൻസ് ടുഡേ? ഇനി ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്ത മൊമെൻ്റ് ഏതാണ്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഹൗ ക്യാൻ ഐ ബിക്കം മോർ മൈൻഡ്ഫുൾ ഇൻ മൈ ഡെയിലി ലൈഫ്? എൻ്റെ ഡെയിലി ലൈഫിൽ കൂടുതൽ മൈൻഡ്ഫുൾ ആയിരിക്കാൻ എങ്ങനെയാണ് എനിക്ക് സാധിക്കുക? വാട്ട് സിമ്പിൾ ബ്ലെസ്സിങ് ആം ഐ ഗ്രേറ്റ്ഫുൾ ഫോർ റൈറ്റ് നൗ? ഈ ഒരു നിമിഷത്തിൽ നിങ്ങൾ ഏത് ലളിതമായിട്ട് സിമ്പിളായിട്ട് ഏത് ബ്ലെസ്സിങ്സിനാണ് ഗ്രേറ്റ്ഫുൾ ആയിരിക്കുന്നത്? വാട്ട് ക്യാൻ ഐ ലെറ്റ് ഗോ ഓഫ് എൻജോയ് ദിസ് മൊമെൻറ്റ് മോർ ഫുള്ളി? ഈ മൊമെൻറ്റ് ഞാൻ കൂടുതൽ എൻജോയ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്താ ലെറ്റ് ഗോ ചെയ്യണ്ടേ? ജസ്റ്റ് ലെറ്റ് ഇറ്റ് ഗോ. ഹൗ ഡസ് എ ലിവിങ് ഇൻ ദ പ്രസൻറ്റ് ബ്രിങ് മീ ഗ്രേറ്റർ പീസ്? ഈ ഒരു പ്രസന്നസിൽ ജീവിക്കുമ്പോൾ, ഈ ഒരു മൊമെൻറ്റിൽ ജീവിക്കുമ്പോൾ എന്തുകൊണ്ടാണ് എനിക്ക് ഗ്രേറ്റർ പീസ് കിട്ടുന്നത്, കൂടുതൽ മനസ്സമാധാനം കിട്ടുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്നത്തെ ഗ്രാറ്റിറ്റ്യൂഡ് കോട്ട്: ദ പ്രസൻറ്റ് മൊമെൻറ്റ് ഇസ് വെയർ പീസ് ബിഗിൻസ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് ഗ്രോസ്. ഈ ഒരു പ്രസൻറ്റ് മൊമെൻ്റാണ് സമാധാനം തുടങ്ങുന്നതും അതുപോലെ നന്ദി, കൂടുതൽ നന്ദി പ്രകാശിപ്പിക്കാനുള്ള അവസരങ്ങൾ നമ്മളിലേക്ക് വരുന്നതും. ഈ ഒരു മൊമെൻറ്റിനെ ആസ്വദിക്കാം. നമ്മളൊരു കുഞ്ഞു പൂവിനെ കാണുമ്പോഴും നമ്മളെ ഒരു തണുത്ത കാറ്റ് സ്പർശിക്കുമ്പോഴും നമുക്ക് കിട്ടുന്ന ചെറിയ ഹാപ്പിനെസ്സിലെ അത്തരം ഹാപ്പി മൊമെൻറ്റ്സ്, മഴയുടെ ശബ്ദം, അതുപോലെ സൂര്യനുദിക്കുമ്പോൾ കാണുന്ന ചുവപ്പ് നിറമല്ലേ, അതുപോലെ സൂര്യാസ്തമയ സമയത്ത് ചുവന്ന സൂര്യൻ, അങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ ആ പ്രസൻറ്റ് മൊമെൻറ്റിൽ സന്തോഷം കണ്ടെത്തുക. ചിലപ്പോൾ ഫാമിലി ആയിട്ടുള്ള മൊമെൻറ്റ്സ് ആയിരിക്കാം, ഫ്രണ്ട്സ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് ആയിരിക്കാം, വാട്ട് എവർ ഇറ്റ് ഈസ്. ആ ഒരു മൊമെൻറ്റിൽ പ്രസൻ്റ് ആയിരിക്കുക, ഹാപ്പി ആയിരിക്കുക, പീസ്ഫുൾ ആയിരിക്കുക ആൻഡ് ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക. സന്തോഷത്തോടെയും നന്ദിയോടെയും ഓർക്കുക. അപ്പം അതുപോലെ നല്ല നല്ല നിമിഷങ്ങൾ നമ്മളെ തേടി വരും. ബി ഗ്രേറ്റ്ഫുൾ ഫോർ ദ പ്രസൻറ്റ് മൊമെൻറ്റ്. എൻ്റെ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേണി നിങ്ങളുടെ ഒപ്പം തുടരുകയാണ്. 30 ദിവസം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി.